May I come in? ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? Guys, welcome to our YouTube channel. ഞങ്ങളൊക്കെ ആരാ? അല്ല ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാന്ന്. ചാനലിന്റെ പേരാണ് DJ Vlogs. DJ Stories. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് തന്നെ. I'm from Kannur and she is from Toronto. Yes. Now we are doing vlogs. Bouquet is beautiful. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies. ഹായ് ഗൈസ്, ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട് ഈ ഇൻട്രോ വീഡിയോ എടുക്കലൊന്നും തൽക്കാലം നടക്കുന്ന പണിയല്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ സാധിച്ചേക്കുമായിരിക്കാം. എന്തായാലും ഇത്രയുള്ള സംഭവം ഞങ്ങളൊരു ചാനൽ അങ്ങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് ഇപ്പോൾ ട്രാവലൊക്കെ ഇച്ചിരി ചെയ്യുന്നുണ്ട്, പിന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ ജേണിയിൽ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞുനാളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടാണ് ഈ പോകുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജ്. ട്രിവാൻഡ്രത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്, പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. കണ്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഭയങ്കര റിലാക്സിങ് ആണ് ഇവിടെ വന്നിരിക്കാൻ. പക്ഷേ ഉച്ചയ്ക്ക് ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ ബീച്ചാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ കാണുന്നത് കായലിൻ്റെ പോർഷനാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കടലുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഒരു മീറ്റിംഗ് പോയിൻറ്റും കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേലിയേറ്റ സമയമാണെന്ന് തോന്നുന്നു, അതിന് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മേർജായിട്ട് കിടക്കും. നമുക്ക് ബീച്ച് അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നല്ല ആംബിയൻസിലിരുന്ന് കഴിക്കുന്നത്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് അവിടെ പോയത്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അതിനകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കായലിൻ്റെ അവിടെ ഒരു സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഒരുപാട് സീറ്റിംഗ് സ്പേസസ് ഉണ്ട് അവിടെ. നമുക്ക് പാർക്കാണ് അവിടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുവിധം സെറ്റായിട്ട് അവിടെ തിരിക്കാമെന്ന് നിന്നപ്പോഴാണ് ഒരാൾക്ക് ഭയങ്കര നിർബന്ധം ഫിഷ് സ്പാ ചെയ്യണം. അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു. അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? സാരില്ലടാ, സാരില്ലടാ. കൗതുക ലേശം കൂടുതൽ മാപ്പാക്കണം. ഓക്കെ, ഇത് ഫുഡാണെന്ന് കരുതിയിട്ടാണോ അങ്ങനെ ചെയ്യണേ? ഫുഡാണെന്ന് വിചാരിച്ചിട്ട്. സ്കിന്നുണ്ടല്ലോ, അതൊക്കെ മീനെടുക്കും. പിന്നെ നമ്മളെ കാലിന് ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു മൈക്രോ മസാജിന്റെ ഒരു ഫീലിംഗ് കാലിന് കിട്ടും. നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ 1 മണിക്കൂർ. ഓക്കെ. അയ്യോ, ഒരു പ്രഷ്യസ് റിയാക്ഷൻ ഉണ്ടായിരുന്നു, മിസ്സായി പോയി. എവിടെ വരെയൊക്കെ പോകുന്നത്? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എങ്ങനുണ്ടടാ നിന്റെ 5 മിനിറ്റ്? നിന്റെ അത്രയും ടിക്ലിങ് ഇല്ല എനിക്ക്. എന്തോ എങ്ങനെ സുഖമുണ്ട്. തരിപ്പ്. ഓക്കെ, വേദന ഇല്ലല്ലോ. അങ്ങനെ ഫിഷ് സ്പാ എടുക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ചിലപ്പോ അറിഞ്ഞൂടാ. നിങ്ങളുടെ റിയാക്ഷൻ കണ്ടിട്ട് കുഴപ്പമില്ലല്ലേ? 5 മിനിറ്റ്സ്, ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഉണ്ടാവും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഭഗവതിയെ
ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയൂ, ആരുടെ എക്സ്പ്രഷനാണ് ഏറ്റവും വികാരജനകമായിട്ടുള്ളത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇല്ല മല്ലയ്യ. 15 minutes later. എങ്ങനുണ്ടായിരുന്നു? വളരെ അടിപൊളിയായിട്ടുള്ള സ്പാ. അത് ചെയ്തതിന് ശേഷമുള്ള എഫക്റ്റാണ് ഫീൽ ചെയ്യും കാലിന്. അതെ, എനിക്ക് പക്ഷെ എവിടെയൊക്കെയോ വേദന എടുക്കുന്നു. റിഫ്രഷിംഗ് അല്ല എനിക്ക്. എന്നെ ഒരു മീന് ബിരിയാണി കിട്ടിയ പോലെ അടിയിലൊരു കൊത്തലുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു. അത് എനിക്ക് അത് മാത്രം, ആ സ്ഥലം മാത്രം എനിക്ക് ഇപ്പോഴും പെയിൻ ഉണ്ട്. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് നടന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഒക്കെ സെറ്റപ്പ് കാണാൻ പറ്റും. ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല. ഇനി നടുവും കൂടെ ഒടിയാത്തതിൻ്റെ കേടേയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു. പിന്നെ ഒരു ഗെയിം പാർക്കുണ്ട്. ഗെയിം പാർക്കിൽ നമുക്ക് ഈ ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തുക, ഈ എന്തെങ്കിലും സാധനങ്ങളിൽ ഇതിടുക, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അത് കുറച്ച് പേര് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മളും ചെയ്യണമല്ലോ. ഏത് സ്റ്റാറ്റിക്കോ നല്ലല്ലേ? അതെവിടെ ഇത് നല്ലല്ലേ? നല്ല വ്യത്യാസമാ കൊടുക്കാം. അടിപൊളി. കടലു കട കണ്ടു, കടലു കണ്ടു, കടലു കടയിലെ കടല കണ്ടു. ശേഷം ഞങ്ങൾ ബീച്ചിൽ കുറേ നേരം ചിൽ ഔട്ട് ചെയ്തു. നല്ല കാറ്റും നട്ടരിയാനും വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഈ കോവളത്തെ ശംഖുമുഖത്തൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സ്പേസും പാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കുമെന്ന്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും എനിക്ക് ഈ പ്ലേസ് കുറേ കൂടി ഇഷ്ടപ്പെടാനുള്ളൊരു റീസണും. പിന്നെ പുള്ളി കണ്ണൂരിൽ നിന്നുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അയാളെ കൊണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ട്രിവാൻഡ്രത്ത് കാണിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേരും ട്രിവാൻഡ്രംകാർ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഈ പ്ലേസൊക്കെ. ഇനി ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരിവിടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൗഡ് വൺസിൻ്റെ കൂടെ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.